ഹായ് ഓൾ 2024 റിമൈനിങ് ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈ പ്ലസ് വേരിയൻസ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എന്താണ്? വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈ പ്ലസ് വേരിയൻസ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ. നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇതിൽ നിന്ന് വേരിയൻസ് ഓഫ് എക്സിലേക്ക് എത്തിക്കാനാണ് നോക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. എക്സ്പെക്റ്റേഷൻ ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈ പ്ലസ് വേരിയൻസ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ. ഇത് നമുക്ക് ഗിവൺ ആണ് അല്ലേ? ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ് അല്ലേ? ആണ്. സോ വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഗിവൺ വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഹോൾ സ്ക്വയർ അല്ലേ? അതെ. സോ വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈനെ എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പെക്റ്റേഷനെ പുറത്തേക്ക് എടുത്തു, ഔട്ട്സൈഡ് എടുത്തു. ദെൻ വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈനെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ വൈ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അതായത് ഇവിടെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ എന്താ? വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഗിവൺ വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഹോൾ സ്ക്വയർ തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈനെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഗിവൺ വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഹോൾ സ്ക്വയർ. ഈ ഹോൾ സ്ക്വയർ വരുന്നത് എക്സ്പെക്റ്റേഷനും കൂടിയാണ് സ്ക്വയർ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, നൗ വേരിയൻസ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഹോൾ സ്ക്വയർ. ഓക്കെ, സോ ആദ്യം വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈനെ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഗിവൺ വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഹോൾ സ്ക്വയർ. ഈ ടേം വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈൻ്റെ എക്സ്പാൻഷനാണ്. ദെൻ വേരിയൻസ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് എക്സ്പെക്റ്റേഷൻ, ഈ ഔട്ട്സൈഡുള്ള എക്സ്പെക്റ്റേഷൻ ഇൻസൈഡ് കൊടുക്കുക. ഓക്കെ, ഔട്ട്സൈഡിൽ എക്സ്പെക്റ്റേഷൻ ഈ ടേമിനും എക്സ്പെക്റ്റേഷൻ കൊടുക്കുക. അപ്പോൾ എന്തെന്ന് കിട്ടും? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഗിവൺ വൈ മൈനസ് ഈ എക്സ്പെക്റ്റേഷൻ ഈ ടേമിന് കൊടുക്കുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഹോൾ സ്ക്വയർ പ്ലസ് ഈ റിമൈനിങ് ടേം താഴേക്ക് എടുത്ത് എഴുതി. ഓക്കെ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഇവിടെ ഈ രണ്ട് ടേമും സെയിം ആണല്ലോ അല്ലേ? അപ്പോൾ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ഒരു റിസൾട്ടാണ് നമ്മൾ മുൻപത്തെ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. സോ ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈൻ്റെ സ്ഥാനത്ത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് മനസ്സിലായില്ലേ? അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ എക്സ് എന്നുള്ളത് ഒരു റിസൾട്ടാണ്. ഓക്കെ, ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് അക്കോർഡിംഗ് ടു ഈ റിസൾട്ട് അനുസരിച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഓൾറെഡി ഒരു സ്ക്വയർ ഉണ്ടല്ലോ, ആ സ്ക്വയർ അവിടെ ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? ഫൈനലായിട്ട്
expectation of x square given y minus expectation of x given y square plus expectation of x given y square minus expectation of x whole square. ഇത് രണ്ടും സെയിം ക്വാണ്ടിറ്റി, മൈനസ് ആണ് പ്ലസ് ആണ്. സോ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഗിവൺ വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ഇതുവരെ സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി ഞാൻ പറയാം ഇതുവരെ എന്താ ചെയ്തതെന്ന്. ആദ്യം ആർ എച്ച് എസിലുള്ള ടേമിനെ, ആർ എച്ച് എസ് ത്രൂ ആണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. സോ ആർ എച്ച് എസ് ഉള്ള ടേമിനെ എടുത്തെഴുതി ഈ ടേമിനെ എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, സോ എക്സ്പെക്റ്റേഷൻ ഔട്ട്സൈഡ് തന്നെ വെച്ചു. ദെൻ വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈനെ എക്സ്പാൻഡ് ചെയ്തു. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഗിവൺ വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഹോൾ സ്ക്വയർ. വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി കിട്ടും. ദെൻ ഈ പ്ലസ് ഇവിടെയും പ്ലസ്. സോ വേരിയൻസ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈനെ എക്സ്പാൻഡ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, അതെങ്ങനെ കിട്ടുന്നത്? വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ് അല്ലേ? സോ ഇവിടെ ഈ ഒരു സ്ഥാനത്ത് ഈ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ഗിവൺ വൈ എന്ന് ഇട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ ഒരു എക്സ്പെക്റ്റേഷൻ ഇവിടെ ഉള്ളത് ഇട്ട് കൊടുത്തു. ഓക്കെ, വേരിയൻസ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറഞ്ഞാൽ അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ ഹോൾ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഹോൾ സ്ക്വയർ, മൊത്തത്തിൽ ഒരു സ്ക്വയർ വരും. ദെൻ ഈ ടേം എക്സ്പെക്റ്റേഷൻ ഔട്ട്സൈഡിൽ എക്സ്പെക്റ്റേഷൻ ഇൻസൈഡ് കൊടുത്തു. അപ്പോൾ ഈ ക്വാണ്ടിറ്റി ക്യാൻസലായി. പിന്നെ അക്കോർഡിംഗ് ടു ദിസ് റിസൾട്ട് നമുക്കിവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കിട്ടും. ഇവിടെ സ്ക്വയർ ഉണ്ട്, അപ്പോൾ ഇവിടെ സ്ക്വയർ വന്നു. അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ദെൻ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഈ ക്വാണ്ടിറ്റി പോയി. ഇനി നമുക്കുള്ളത് ഈ ക്വാണ്ടിറ്റിയും മാത്രമാണ്. ഓക്കെ, നൗ ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഗിവൺ വൈ ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ എന്താണ്? സമ്മേഷൻ ഓവർ എക്സ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ വൈ ആണ് അല്ലേ? ആണ്. ദെൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഗിവൺ വൈ എന്താണ്? സമ്മേഷൻ ഓവർ എക്സ് സ്ക്വയർ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ വൈ അല്ലേ? ഓക്കെ, സോ ഈ ഒരു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഗിവൺ വൈനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? ഈ റിസൾട്ട് കിട്ടും. ഓക്കെ, സമ്മേഷൻ ഓവർ ഐ എക്സ് ഐ സ്ക്വയർ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ വൈ. ദെൻ ഈ എക്സ് സ്ക്വയറിനെ എന്ത് ചെയ്തു? ഈ എക്സ് സ്ക്വയറിനെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയറിനെ ഇവിടേക്ക് എടുത്തെഴുതി. ഓക്കെ, ഒന്നുമില്ല, ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഗിവൺ വൈനെ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഈ ഔട്ട്സൈഡിൽ എക്സ്പെക്റ്റേഷൻ അങ്ങനെ തന്നെ ഇട്ടു. ദെൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയറിനെ എടുത്തെഴുതി. ഓക്കെ, അതുവരെ മനസ്സിലായി. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഔട്ട്സൈഡുള്ള എക്സ്പെക്റ്റേഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, ഇവിടെ ആക്ച്വലി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്പെക്റ്റേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ആയിരിക്കും. ഓക്കെ, ഈ ഒരു എക്സ്പെക്റ്റേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ആയിരിക്കും. സോ ഇതിൻ്റെ റേഞ്ച് എന്താണ്? ഇതിൻ്റെ റേഞ്ച് നമ്മൾ സമ്മേഷൻ ഐയിൽ കൊടുത്തു. ഇതിൻ്റെ റേഞ്ച് എടുക്കുമ്പോൾ നമ്മൾ സമ്മേഷൻ ജെ കൊടുക്കും. മനസ്സിലായോ? അത് ഒരു പെട്ടെന്ന് മനസ്സിലാവില്ല. അതായത് ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഈ റിസൾട്ട് നോക്കിയേ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ അല്ലേ? സോ ഈ എക്സ്പെക്റ്റേഷൻ ഔട്ട്സൈഡ് ഇത് വിത്ത് റെസ്പെക്ട് ടു ജെയിലാണ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് നമ്മൾ ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു ഈ ഒരു ഇത് വിത്ത് റെസ്പെക്ട് ടു വൈയിലും ഇത് വിത്ത് റെസ്പെക്ട് ടു എക്സിലും ആയിരിക്കും. ആണേ?
സോ ആദ്യത്തെ ഒരു ഈ ടേം നമ്മൾ സമ്മേഷൻ ഓവർ ഐയിലാണ് കൊടുത്തത് അല്ലേ, സമ്മേഷൻ ഓവർ ഐയിലാണ് കൊടുത്തത്. സോ ആ ടേം എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടി, ഇപ്രകാരം കിട്ടി. ഇനി നമ്മൾ ഔട്ട്സൈഡിൽ എക്സ്പെക്റ്റേഷൻ കൊടുക്കുമ്പോൾ അത് സമ്മേഷൻ ജെയിലാണ് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഒരു പ്രോബബിലിറ്റി, അത് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു വൈ ആണ്. ഈ എക്സ്പെക്റ്റേഷൻ ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു വൈ ആണ്. ഓക്കെ, സോ ഈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ വൈനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? പ്രോബബിലിറ്റി ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് വൈ ഗിവൺ വൈ ആണ്. ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ എന്താണ്? എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എഫ് ടു വൈ ആണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. എഫ് ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എഫ് ടു വൈ ആണ്. അതായത് ഇവിടെ ഗിവൺ ഏത് ടേമാണോ അതിൻ്റെ മാർജിനിലാണ് ഡിനോമിനേറ്ററിൽ വരിക. മാർജിനൽ PDF ആണ് ഡിനോമിനേറ്ററിൽ വരിക. ഗിവൺ ഏതാണോ അതിൻ്റെ മാർജിനിലാണ് ഡിനോമിനേറ്ററിൽ വരിക. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദാറ്റ് ഈ സമ്മേഷൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഗിവൺ വൈനെ എക്സ്പാൻഡ് ചെയ്തപ്പോഴാണ് സമ്മേഷൻ ഓവർ ഐ എക്സ് ഐ സ്ക്വയർ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് കിട്ടിയത്. ദെൻ ഈ ഒരു ടേമിന്, അതായത് ഈ ഒരു ടേമിന് എക്സ്പെക്റ്റേഷൻ കൊടുത്ത് എന്താ വരിക? നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കൊടുക്കുമ്പോൾ വരിക സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ് ആണ് അല്ലേ. സമ്മേഷൻ ഓവർ എക്സ് ക്യൂബ് കൊടുത്താൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ക്യൂബ് കൊടുത്താൽ സമ്മേഷൻ എക്സ് ക്യൂബ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ് ആണ് വരിക. അപ്പം ഇവിടെ ഏതൊരു ടേമാണോ വരുന്നത്, അത് തന്നെയല്ലേ ഇവിടെ വരിക അല്ലേ? ആണല്ലോ. സോ അതുകൊണ്ട് ഇപ്പം ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ, ഈ ഒരു ടേമിൻ്റെ എക്സ്പെക്റ്റേഷൻ എടുക്കുമ്പോൾ എന്താ വരിക? സമ്മേഷൻ ഓവർ ഈ ടേം, ആ മൊത്തം ടേം, ഇതിൻ്റെ പ്രോബബിലിറ്റി പറഞ്ഞാൽ ഇത് ഈ ഔട്ട്സൈഡ് എക്സ്പെക്റ്റേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. സോ ഇതിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? y ഈക്വൽ ടു വൈ ആയിരിക്കും അല്ലേ. ഓക്കെ, സോ ഔട്ട്സൈഡുള്ള എക്സ്പെക്റ്റേഷൻ ഇതിന് കൊടുത്തു. സോ സമ്മേഷൻ ഓവർ ജെ, ഈ ടേം അങ്ങനെ എടുത്തെഴുതി. ജസ്റ്റ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗിവൺ വൈനെ എക്സ്പാൻഡ് ചെയ്തു, അതേ ഉള്ളൂ ഇവിടെ. ഓക്കെ, ദെൻ ഇതിൻ്റെ ഇതൊക്കെ ചെയ്യാനുള്ള പ്രോബിലിറ്റി ഓഫ് വൈ ഗിവൺ വൈ ആണ്. ദെൻ ഇത് രണ്ടും ക്യാൻസലായിട്ട് പോയി. നൗ സമ്മേഷൻ ഓവർ ഐ പിന്നെ ക്യാൻസലായി പോയ ദെൻ റിമൈനിങ് എന്തൊക്കെയാണുള്ളത്? സമ്മേഷൻ ഓവർ എക്സ് ഐ സ്ക്വയർ ഉണ്ട്, ഒരു സമ്മേഷൻ ഓവർ ജെ പി ഓഫ് എക്സ് വൈ ഉണ്ട്. സമ്മേഷൻ ഓവർ എക്സ് ഐ സ്ക്വയർ ഉണ്ട്, സമ്മേഷൻ ഓവർ ജെ പി ഓഫ് എക്സ് വൈ ഉണ്ട്. നൗ ഇനി ശ്രദ്ധിക്കുക, നമ്മൾ മാർജിനൽ PDF കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എക്സിൻ്റെ മാർജിനൽ PDF കാണാൻ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ എഫ് ഓഫ് എക്സ് വൈ ചെയ്യുക അല്ലേ. അതെ, സോ അതേപോലെ തന്നെയല്ലേ ഇവിടെയും കിടക്കുന്നത്. പി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ തന്നെ, ജസ്റ്റ് PMFൻ്റെ കേസാണ്. ഡിസ്ക്രീറ്റ് കേസിൽ പി ഓഫ് എക്സ് വൈയും കണ്ടിന്യൂസ് കേസിലാണ് എഫ് ഓഫ് എക്സ് വൈയും ഇടുക എന്ന് നമ്മൾ യൂസ് ചെയ്യാമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ പി ഓഫ് എക്സ് വൈനെ വിത്ത് റെസ്പെക്ട് ടു ജെ സമ്മേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? കണ്ടിന്യൂസിൻ്റെ കേസിലാണെങ്കിൽ F1 ഓഫ് എക്സ് കിട്ടും. ഡിസ്ക്രീറ്റിൻ്റെ കേസിലാണെങ്കിൽ അത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആയി കിട്ടും. മനസ്സിലായി കാണുന്ന ചിലപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ സമ്മേഷൻ ഓവർ ജെയും ഉണ്ട്, സമ്മേഷൻ ഓവർ ഐയും ഉണ്ട്. ഓക്കെ, സമ്മേഷൻ ഓവർ ഐ
എക്സ് സ്ക്വയറിന് ഒരുമിച്ച് എഴുതി. ഈ സമ്മേഷൻ ഓവർ ജെ ഇതിന് കൊടുത്തു. ഇതും ക്യാൻസലായി പോയി. ഈ ക്വാണ്ടിറ്റി ക്യാൻസലായിട്ട് പോയി. ദെൻ സമ്മേഷൻ ഓവർ ജെ പ്രോബബിലിറ്റി ഓഫ് എക്സ് വൈ. ഓക്കെ, ഇത് പറഞ്ഞാൽ ബൈവേരിയേറ്റ് കേസിൽ അല്ലെങ്കിൽ PDF ആണ് അല്ലേ. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ജെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ് കിട്ടുക. അതായത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ് കിട്ടുക. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ദെൻ സമ്മേഷൻ ഓവർ ഐ എക്സ് ഐ സ്ക്വയർ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഐ എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ അല്ലേ. ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ നമുക്ക് സ്റ്റാർട്ടിങ് മുതലുള്ള എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. അതിവിടെ എടുത്ത് എഴുതി. ദെൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്താണ്? വേരിയൻസ് ഓഫ് എക്സ് അല്ലേ. ബേസിക് ആയിട്ടുള്ള കാര്യമാണിത്. സോ നമുക്ക് വേരിയൻസ് ഓഫ് എക്സിലേക്ക് നമ്മൾ എത്തിയില്ലേ. ഇതാണ് ഈ പ്രൂഫ്. ഇപ്പം എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈ പ്ലസ് വേരിയൻസ് ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു വേരിയൻസ് ഓഫ് എക്സ് കിട്ടണം. സോ നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, സോ എക്സ്പെക്ടേഷൻ ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈ പ്ലസ് വേരിയൻസ് ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ. ഇവിടെ ആദ്യം എക്സ്പെക്ടേഷൻ അതുപോലെ തന്നെ എഴുതി. വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈനെ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ക്വാണ്ടിറ്റി കിട്ടി. പ്ലസ് വേരിയൻസ് ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈനെ എക്സ്പാൻഡ് ചെയ്തു. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ എന്ന ക്വാണ്ടിറ്റിയാണ്. സോ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് ഇട്ട് കൊടുത്തു. ഇവിടെയും അതുപോലെ ഇട്ട് കൊടുത്തു. സോ വേരിയൻസ് ഓഫ് എക്സ് എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ഈ ഒരു ടേം എക്സ്പാൻഡ് ചെയ്യുന്നത്. പക്ഷേ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ആയിരിക്കും. അത്രയും വ്യത്യാസമുള്ളൂ. ഓക്കെ, ദെൻ ഈ ഔട്ട് സൈഡിലുള്ള എക്സ്പെക്ടേഷൻ ഇൻസൈഡ് കൊടുത്തു. അപ്പോൾ ഇൻസൈഡ് അപ്ലൈ ചെയ്തപ്പോൾ ഈ ക്വാണ്ടിറ്റി ക്യാൻസലായിട്ട് പോയി. Now, according to this result, expectation of x given y എന്താണ്? Expectation of x ആണ്. ഈ സ്ക്വയർ ഓൾറെഡി ഉണ്ട്. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ കിട്ടി. ഓക്കെ, അതുവരെ കൺഫ്യൂഷൻ ഇല്ല. ഇനി അടുത്തത് ഈ ക്വാണ്ടിറ്റി എക്സ്പാൻഡ് ചെയ്തു. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഗിവൺ വൈ എക്സ്പാൻഡ് ചെയ്തപ്പോൾ സമ്മേഷൻ ഓവർ എക്സ് ഐ സ്ക്വയർ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ വൈ മൈനസ് ഈ ക്വാണ്ടിറ്റി എടുത്തെഴുതി. നൗ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ വൈനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? പ്രോബബിലിറ്റി ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു വൈ ആണ്. ഓക്കെ, നൗ ഈ ക്വാണ്ടിറ്റീൻ്റെ എക്സ്പെക്ടേഷൻ എടുത്തു. കാരണം ഇവിടെ 2 എക്സ്പെക്ടേഷൻ ഉണ്ട്. കണ്ടോ, വീണ്ടും ഔട്ട് സൈഡ് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. നമ്മളിവിടെ മാത്രമാണ് എക്സ്പാൻഡ് ചെയ്തുള്ളൂ. സോ ഈ ക്വാണ്ടിറ്റിക്ക് വീണ്ടും എക്സ്പെക്ടേഷൻ കൊടുത്തപ്പോൾ സമ്മേഷൻ ഓവർ ജെ, ഞാൻ പറഞ്ഞു ഔട്ട് സൈഡ് ഇത് വിത്ത് റെസ്പെക്ട് ടു വൈ ആയിരിക്കും. വൈൻ്റെ റേഞ്ച് ജെയിലാണ്, എക്സിൻ്റെ റേഞ്ച് ഐയിലാണ്. ഇവിടെ ഇതിൽ മാത്രം ഈ ക്വസ്റ്റ്യനിൽ കേട്ടോ. ഓക്കെ, ദെൻ എക്സ്പെക്ടേഷൻ കൊടുത്തപ്പോൾ എന്തായി? ഈ ഒരു ക്വാണ്ടിറ്റി ഇൻറ്റു ഈ ക്വാണ്ടിറ്റി ഒക്യൂർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. സിൻസ് ഇത് വിത്ത് റെസ്പെക്ട് ടു വൈ ആയ കാരണം എന്തായിരിക്കും പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു വൈ ആണ് പ്രോബബിലിറ്റി. സോ ഈ ടേമും ക്യാൻസലായി പോയി. നൗ സമ്മേഷൻ എക്സ് ഐ സ്ക്വയറിന് ഒരുമിച്ച് എഴുതി. ഈ ക്വാണ്ടിറ്റിക്ക് സമ്മേഷൻ ജോ കൊടുത്തു. സമ്മേഷൻ ഓവർ ജെ പ്രോബബിലിറ്റി ഓഫ് എക്സ് വൈ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. ഓക്കെ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നൗ ഈ ക്വാണ്ടിറ്റി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, അതറിയുന്നുണ്ടാവും വിചാരിക്കുന്നു. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓൾറെഡി ഉള്ള എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇവിടെ തന്നെ ഉണ്ട്. നൗ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്താണ്? വേരിയൻസ് ഓഫ് എക്സ് ആണ്. ഓക്കെ, സോ ഇതാണ് ഈ പ്രൂഫ്. ഒന്നുകൂടി നിങ്ങളിരുന്ന് വായിച്ച് നോക്കുക. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക. ഇനി അടുത്തതൊരു പ്രൂഫാണ്. പ്രൂവ് ദാറ്റ് എക്സ് എൻ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ടു 0 if and only if expectation of mod xn divided by 1 plus mod xn converges to 0.
ഓക്കെ, ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. സോ ആദ്യം നമ്മൾ ഇത് ഇംപ്ലൈ ചെയ്യുന്നുണ്ട്, ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നു പറയുക. രണ്ടാമത്തെ കേസിൽ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യാന്ന് പറയുക. സോ രണ്ട് സൈഡും നമ്മൾ പ്രൂവ് ചെയ്യണം. സോ നമുക്ക് എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നൗ ആദ്യം നോക്കേണ്ടത് ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് എൻ ഡിവൈഡഡ് ബൈ 1 പ്ലസ് മോഡ് എക്സ് എന്നിന് നമുക്ക് എങ്ങനെ എഴുതാം? സ്ക്വയർ ചെയ്ത് എന്ത് കിട്ടും? which is equal to expectation of xn square divided by 1 plus xn square. എല്ലാ ടേംസിനെയും സ്ക്വയർ ചെയ്താൽ expectation of mod xn by 1 plus mod xn which is equal to expectation of xn square divided by 1 plus xn square. ഇവിടെ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രൂഫ് ചെയ്യുന്നത്. സോ ആദ്യം ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ടു 0 ഉണ്ട്. xn എന്ന സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ 0യിലോട്ട് കൺവേർജ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ആദ്യത്തെ ഭാഗം എങ്ങനെ ചെയ്യാൻ നോക്കാം. നൗ ഇവിടെ മോഡ് എക്സിന് പകരം എക്സ് സ്ക്വയർ വെച്ചിട്ടാണ് ഈ പ്രൂഫ് ചെയ്യുന്നത്. ഓക്കെ, നൗ എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആപ്സിലോൺ സ്ക്വയർ. ഇതൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഇതൊക്കെ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്താണ്? ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ സ്ക്വയർ ബൈ 1 പ്ലസ് ആപ്സിലോൺ സ്ക്വയർ ആണ്. അതെന്തായാലും കറക്റ്റായും, കാരണം ആപ്സിലോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് എന്താണ് ആപ്സിലോൺ. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ വാല്യൂ വളരെ വളരെ ചെറുതായിരിക്കും. ഓക്കെ, സോ എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആപ്സിലോൺ സ്ക്വയർ. സോ നമുക്ക് എന്തെന്ന് ഇംപ്ലൈ ചെയ്യാം? എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ സ്ക്വയർ ആണ്, വിച്ച് ഇംപ്ലൈസ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ ആണ്. സംശയമൊന്നുമില്ലല്ലോ, മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ ആണ്. ഓക്കെ, ആദ്യം എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ സ്ക്വയർ ബൈ 1 പ്ലസ് ആപ്സിലോൺ സ്ക്വയർ, വിച്ച് ഇംപ്ലൈസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ സ്ക്വയർ. സോ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ. ഓക്കെ, നൗ ഫോർ എനി ആപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ഏതൊരു ആപ്സിലോൺ എടുത്താലും പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് എൻ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ സ്ക്വയർ ബൈ 1 പ്ലസ് ആപ്സിലോൺ സ്ക്വയർ. ഓക്കെ, അതായത് ഈ റിസൾട്ട് നമ്മൾ ഈ എടുത്ത ഒരു റിസൾട്ട് ഇവിടെ കൊടുത്തു, അത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു റിസൾട്ട് ഇവിടെ കൊടുത്തു പ്രോബബിലിറ്റീൻ്റെ ഉള്ളിൽ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഈ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ എന്ന് പറഞ്ഞു. സോ പ്രോബബിലിറ്റി എടുക്കുക. സോ പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ ആണ്. സോ ഇതിന് വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് എൻ സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് എൻ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ ബൈ 1 പ്ലസ് ആപ്സിലോൺ. ദെൻ ബേസ്ഡ് ഓൺ മാർക്കോസ് ഇൻഇക്വാലിറ്റി. മാർക്കോസ് ഇൻഇക്വാലിറ്റി എന്താ? നിങ്ങൾ മാർക്കോസ് ഇൻഇക്വാലിറ്റി എന്തായാലും നോക്കിയിട്ട് പോകണം. മാർക്കോസ് ഇൻഇക്വാലിറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ അതിൻ്റെ എങ്ങനെയാണ് ഫോർ എ റാൻഡം വേരിയബിൾ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളത്. ഒരു ഫംഗ്ഷൻ എങ്ങനെ മാർക്കോസ് ഇൻഇക്വാലിറ്റി ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ള കാര്യം, അതിൻ്റെ പ്രൂഫൊക്കെയാണ്. ഈ ഫംഗ്ഷൻ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് ഒരു റാൻഡം വേരിയബിളിനും ഡിഫൈൻ ചെയ്യുക. ജി ഓഫ് വൈ എന്നുള്ളൊരു ഫംഗ്ഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ആ ജി ഓഫ് വൈൻ്റെ സ്ഥാനത്ത് എന്തെടുക്കുക? വൈ എന്നുള്ള റാൻഡം വേരിയബിൾ എടുക്കുക. ദെൻ എന്താണ്? വൈ ഈക്വൽ ടു എ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ, അങ്ങനെ എടുത്തിട്ട് ദെൻ ഇതുപോലെ ആ ഫംഗ്ഷൻ്റെ സ്ഥാനത്തൊക്കെ റാൻഡം വേരിയബിൾ ഇട്ട് കൊടുത്താൽ മതി. വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ചെയ്യാൻ. സോ എന്തായാലും മാർക്കോസ് ഇൻഇക്വാലിറ്റി നോക്കണം. ഓക്കെ, ദെൻ ഈ മാർക്കോസ് ഇൻഇക്വാലിറ്റി നമ്മൾ ഇവിടെ കൊടുക്കുക. അതായത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബൈ എ. ഇതാണ് മാർക്കോസ് ഇൻഇക്വാലിറ്റി. ഇവിടെ എക്സ് ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കണം, എ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കണം. അങ്ങനെയാച്ചെങ്കിൽ ഇതാണ് മാർക്കോസ് ഇൻഇക്വാലിറ്റി. ദെൻ ഇവിടെ എന്താണ്? എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് എൻ സ്ക്വയർ ഗ്രേറ്റർ ദാൻ എൻ്റെ സ്ഥാനത്ത് ആപ്സിലോൺ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആപ്സിലോൺ. നൗ ഈ ടേംസിൻ്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഇത് ഡിനോമിനേറ്ററിൽ വരും. അതാണ് മാർക്കോസ് ഇൻഇക്വാലിറ്റി അല്ലേ? ഓക്കെ, നൗ
പ്രോബബിലിറ്റി ഓഫ് എക്സ് എൻ സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് എൻ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ സ്ക്വയർ ബൈ 1 പ്ലസ് ആപ്സിലോൺ സ്ക്വയർ വിച്ച് ഈസ് ലെസ് ദാൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എൻ സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആപ്സിലോൺ സ്ക്വയർ ബൈ 1 പ്ലസ് ആപ്സിലോൺ സ്ക്വയർ. അപ്പം നമ്മളിവിടെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്. സോ ആദ്യം എന്താ എടുത്തിട്ടുള്ളത്? ഫസ്റ്റ് എടുത്ത കേസ് എന്തായിരുന്നു? ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ എടുത്ത കേസ് ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷനും ഹോൾഡ് ചെയ്യും. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് എക്സ് എൻ ബൈ 1 പ്ലസ് മോഡ് എക്സ് എൻ സീറോക്ക് ടെൻഡ് ചെയ്യുക. ഈ കണ്ടീഷൻ സപ്പോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? ഈ ഒരു ക്വാണ്ടിറ്റി സീറോയിലോട്ട് ടെൻഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി സീറോയിലോട്ട് ടെൻഡ് ചെയ്താൽ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ഈ ഒരു ക്വാണ്ടിറ്റി സീറോയിലേക്ക് ടെൻഡ് ചെയ്യും. സോ ഇതും സീറോയിലോട്ട് ടെൻഡ് ചെയ്യും. സോ അപ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സ് എൻ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ടു സീറോ. സീറോ എന്നൊരു ലിമിറ്റിലേക്ക് എക്സ് എൻ എന്ന സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, സോ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇഫ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എൻ സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് എൻ സ്ക്വയർ ഈക്വൽ ടു expectation of mod xn divided by 1 plus mod xn tends to 0 as n tends to infinity, which implies probability of mod xn greater than epsilon tends to 0 as n tends to infinity, which implies xn convergence in probability to 0. അത്ര മതി. വീക്ക് ലോ ഓഫ് ലാർജ് നമ്പറിൻ്റെ കാര്യമൊന്നും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഞാൻ ജസ്റ്റ് എഴുതിയെന്നുള്ളൂ. ഓക്കെ, സോ ഇതാണ് ആദ്യത്തെ കേസ്. ഇനി നമുക്ക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയ കാരണം ഒരു കേസും കൂടി പ്രൂവ് ചെയ്യണം. അതായത് എക്സ് എൻ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ടു സീറോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് എക്സ് എൻ ബൈ 1 പ്ലസ് മോഡ് എക്സ് എൻ എന്താണ്? സീറോയിലോട്ട് ടെൻഡ് ചെയ്യണം. സീറോയിലോട്ട് ടെൻഡ് ചെയ്യുന്നുള്ള ആ ഒരു കണ്ടീഷൻ കൂടി പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ കണ്ടീഷൻ ഒന്നും കൂടി നോക്കിയിട്ട് നമുക്ക് രണ്ടാമത്തെ കണ്ടീഷനിലോട്ട് പോവാം. സോ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? ജസ്റ്റ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ സ്ക്വയർ ബൈ 1 പ്ലസ് ആപ്സിലോൺ സ്ക്വയർ ദെൻ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ സ്ക്വയർ ആണ്, വിച്ച് ഇംപ്ലൈസ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ ആണ്. ഏതെങ്കിലും ഒരു ആപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുക്കുക. ഏതൊരു ആപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0ക്കും probability of mod xn greater than epsilon which is equal to probability of xn square by 1 plus xn square greater than epsilon square by 1 plus epsilon. ഇതിന് മാർക്കോസ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്രകാരം കിട്ടും. നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ എന്താണ്? ഈ ഒരു ക്വാണ്ടിറ്റി സീറോയിലോട്ട് ടെൻഡ് ചെയ്യും. സോ ഈ ഒരു ക്വാണ്ടിറ്റി സീറോയിലോട്ട് ടെൻഡ് ചെയ്താൽ ഇതും സീറോയിലോട്ട് ടെൻഡ് ചെയ്യും, ഇതും സീറോയിലോട്ട് ടെൻഡ് ചെയ്യും. സോ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? probability of mod xn greater than epsilon tends to 0 as n tends to infinity. So first condition hold ചെയ്തു അല്ലേ? ഫസ്റ്റ് കണ്ടീഷൻ ഹോൾഡ് ചെയ്തു. ഇനി അടുത്തത് എപ്രകാരമാണ് ചെയ്യാൻ നോക്കാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് എക്സ് എൻ ബൈ 1 പ്ലസ് മോഡ് എക്സ് എൻ, ഈ ഒരു ക്വാണ്ടിറ്റിയുടെ എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, സോ റേഞ്ചിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആപ്സിലോണും മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ആപ്സിലോണും. സോ ഈ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി റേഞ്ചിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആപ്സിലോണും മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ആപ്സിലോണും. സോ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. നൗ ഈ ഒരു ക്വാണ്ടിറ്റി ഇല്ലേ, ആപ്സിലോൺ സ്ക്വയർ ലെസ് ദാൻ 1 ആണ്. ഈ ഒരു ക്വാണ്ടിറ്റി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ എന്നും ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇത് വളരെ സ്മോൾ ക്വാണ്ടിറ്റിയാണ് ആക്ച്വലി ലിമിറ്റ് എടുക്കുമ്പോൾ, അതുകൊണ്ടാണ് ആപ്സിലോൺ സ്ക്വയർ ലെസ് ദാൻ ആപ്സിലോൺ സ്ക്വയർ എന്ന് വന്നത്. ദെൻ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഡി എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 വരുന്നു. ദെൻ ഈ ഒരു ടേമിനെ പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ എന്ന് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, മാത്തമാറ്റിക്കലി ഇതൊരു ഭയങ്കര ചെറിയ ക്വാണ്ടിറ്റിയെ കാരണം നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, ഇതിനെ ഇങ്ങനെയും എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്താ ഈ ക്വാണ്ടിറ്റി സീറോയിലോട്ട് ടെൻഡ് ചെയ്യുമെന്ന് ഷോ ചെയ്യണം. എപ്പോൾ?
xn convergence in probability to 0. If xn convergence in probability to 0 വെച്ചെങ്കിൽ ഇതും 0ക്ക് കൺവേർജ് ചെയ്യും. അതായത് പ്രോബബിലിറ്റി ഓഫ് xn ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ ടെൻസ് ടു 0 ആയാൽ. ഓക്കെ, അത് ഈ പ്രോബബിലിറ്റി ഓഫ് മോഡ് xn അല്ലേ ഇവിടെ കിടക്കുന്നത്. ഓക്കെ, ഈ ക്വാണ്ടിറ്റി 0യിലോട്ട് ടെൻഡ് ചെയ്താൽ എന്തുണ്ടാവും, എന്താ സംഭവിക്കുക, എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് xn ഡിവൈഡഡ് ബൈ 1 പ്ലസ് മോഡ് xn ലെസ് ദാൻ ആപ്സിലോൺ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, എന്നിൻ്റെ വാല്യൂ വലുതാവും തോറും ഈ ആപ്സിലോൺ കുറഞ്ഞു വരും. ദെൻ ഈ ക്വാണ്ടിറ്റിയും 0യിലോട്ട് ടെൻഡ് ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രൂഫ്. ഐ തിങ്ക് ഫസ്റ്റ് പാർട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പ്രൂവ് ചെയ്യാൻ. സെക്കൻഡ് പാർട്ടിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. കൺഫ്യൂഷനൊന്നും വേണ്ട, ആദ്യം ഈ ടേമിൻ്റെ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കുക. സോ എക്സ്പെക്റ്റേഷൻ എഴുതി റേഞ്ച് സ്പ്ലിറ്റ് ചെയ്യുക. റേഞ്ച് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഒരു ക്വാണ്ടിറ്റി ആപ്സിലോൺ സ്ക്വയർ ഇൻറ്റു 1 ആയിരിക്കും. ഈ ക്വാണ്ടിറ്റി പ്രോബിലിറ്റി ഓഫ് മോഡ് xn ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ ആവുമെന്ന് മനസ്സിലാക്കുക. ദെൻ ഈ ക്വാണ്ടിറ്റി 0യിലേക്ക് ടെൻഡ് ചെയ്താൽ എന്ത് സംഭവിക്കും, ഇത് എങ്ങനെ ടെൻഡ് ചെയ്യാന്ന് കിട്ടുന്നത്, അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അല്ല നമ്മൾ എടുത്തെഴുതുന്നല്ല, ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ പ്രൂഫ് ചെയ്തത്, രണ്ടാമത്തെ ഇഫ് കണ്ടീഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ ഈ പ്രോബിലിറ്റി ഓഫ് മോഡ് xn 0യിലോട്ട് ടെൻഡ് ചെയ്ത് എന്ത് സംഭവിക്കും, എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് xn ബൈ 1 പ്ലസ് മോഡ് xn ലെസ് ദാൻ ആപ്സിലോൺ സ്ക്വയർ ആയിരിക്കും അല്ലേ. സോ എന്നിൻ്റെ വാല്യൂ വലുതാവും തോറും ഈ ആപ്സിലോൺ സ്ക്വയർ ചെറുതായി വരും. ആപ്സിലോൺ സ്ക്വയർ ബേസിക്കലി എന്താ, ഇററാണ് അല്ലേ. ഇറർ കുറഞ്ഞു വരും. സോ എന്താവും, എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് xn ബൈ 1 പ്ലസ് മോഡ് xn 0യിലോട്ട് ടെൻഡ് ചെയ്യും. സോ അതാണ് പ്രൂഫ്. ഓക്കെ, മനസ്സിലായി കാണുന്നു വിചാരിക്കണം. നെക്സ്റ്റ് പ്രൂഫ് നോക്കാം. നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ്. 16th പ്രോബ്ലം. ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1/4 1 പ്ലസ് എക്സ് വൈ mod x less than 1 mod y less than 1, then show that x square and y square are independent but x and y are not. Okay, f of x y ആണ് PDF. റേഞ്ച് തന്നിട്ടുണ്ട്. എക്സിൻ്റെ റേഞ്ച് mod x ലെസ് ദാൻ 1 ആണ്, വൈൻ്റെ റേഞ്ച് mod y ലെസ് ദാൻ 1 ആണ്. നമുക്ക് എന്ത് ഷോ ചെയ്യണം, എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് അല്ലാന്നും അതുപോലെ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ഇൻഡിപെൻഡൻ്റ് ആണെന്നും ഷോ ചെയ്യണം. രണ്ട് കാര്യമാണ് നമുക്ക് ഷോ ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഇൻഡിപെൻഡൻ്റ് ആണ് ഷോ ചെയ്യുക. എഫ് ഓഫ് എക്സ് വൈ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു f1 ഓഫ് എക്സ് ഇൻറ്റു f2 വൈ ആയിരിക്കും. ഓക്കെ, എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എന്തായിരിക്കും, f1 ഓഫ് എക്സ് ഇൻറ്റു f2 വൈ. സോ ഈ എഫ് ഓഫ് എക്സ് വൈൻ്റെ f1x കാണുക, അതായത് എക്സിൻ്റെ മാർജിനൽ PDF കാണുക, f2 വൈ കാണുക, വൈൻ്റെ മാർജിനൽ PDF കാണുക. ഈ എക്സിൻ്റെ മാർജിനൽ PDF വൈൻ്റെ മാർജിനൽ PDF കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് വൈ ആണ് കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം എന്താണ്, എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി എക്സിൻ്റെ മാർജിനൽ PDF വൈൻ്റെ മാർജിനൽ PDF മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് വൈ അല്ല കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് ആദ്യത്തെ കേസ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട് 1/4 1 പ്ലസ് എക്സ് വൈ. എക്സിൻ്റെ റേഞ്ച് എന്താണ്, mod x ലെസ് ദാൻ 1. mod x ലെസ് ദാൻ 1 നമുക്ക് എങ്ങനെ എഴുതാം, -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എഴുതാലോ. അതുപോലെ mod y ലെസ് ദാൻ 1 എങ്ങനെ എഴുതാം, -1 ലെസ് ദാൻ y ലെസ് ദാൻ 1 എന്ന് എഴുതാലോ. Okay, to show that x and y are not independent, it is enough to show that എന്താണ്, f of x y not equal to f1 of x and f2 y. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ ഇവിടെ എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് അല്ല എന്നാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. ഓക്കെ, എക്സും വൈയും നോട്ട് ഇൻഡിപെൻഡൻ്റ് ആണ് ഷോ ചെയ്യേണ്ടത്. സോ എക്സും വൈയും നോട്ട് ഇൻഡിപെൻഡൻറ്റ് ഷോ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, എഫ് ഓഫ് എക്സ് വൈ നോട്ട് ഈക്വൽ ടു f1 of x ഇൻറ്റു f2 y. ഓക്കെ, നൗ f1 ഓഫ് എക്സ് കണ്ടുപിടിക്കാം. f1 ഓഫ് എക്സ് കാണാനുള്ള ഫോർമുല ഇൻ്റഗ്രൽ ഓവർ y എഫ് ഓഫ് എക്സ് വൈ ഡി വൈ. എക്സിൻ്റെ മാർജിനൽ PDF കാണാൻ വിത്ത് റെസ്പെക്ട് ടു y ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്.
അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത് കൺഫ്യൂഷൻ ആവാൻ പാടില്ല. അത് ക്ലാരിറ്റിയോട് കൂടെ തന്നെ മനസ്സിലാക്കാൻ നോക്കുക കേട്ടോ. എക്സിൻ്റെ മാർജിനൽ PDF കാണുമ്പോൾ വൈയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, റേഞ്ച് വൈയിലാണ് വരിക. ഓക്കെ, നൗ f1 of x ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ y f of xy dy. f of xyൻ്റെ സ്ഥാനത്ത് 1/4 1 + xy ഇട്ട് കൊടുത്തു. വിത്ത് റെസ്പെക്ട് ടു dy ആണ്. റേഞ്ച് വൈൻ്റെ റേഞ്ച് എന്താണ്? -1 to 1 ആണ്. സോ റേഞ്ച് ഇട്ട് കൊടുത്തു. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1/2 കിട്ടും. അതുപോലെ f2y കാണാൻ, വൈൻ്റെ മാർജിനൽ PDF കാണാൻ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നൗ എക്സിൻ്റെ റേഞ്ചും എന്താണ്? സിമിലർ ആയിട്ട് -1 to 1 തന്നെയാണ് റേഞ്ച്. ദെൻ -1 to 1 1/4 1 + xy dx, അതും എന്താ 1/2 കിട്ടുന്നത്. സോ f1 of x ഇൻറ്റു f2y രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1/4 ആണ് കിട്ടുന്നത്. 1/4 ഇൻറ്റു 1 + xy അല്ല കിട്ടുന്നത്. സോ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് ഷോ ചെയ്യാൻ രണ്ടിൻ്റെയും മാർജിനൽ PDF കാണാം സെപ്പറേറ്റ് ആയിട്ട്. ദെൻ അതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്താണ്? f of xy അല്ല കിട്ടുന്നത് എന്ന് ഷോ ചെയ്താൽ നമുക്ക് എന്തെന്ന് കൺക്ലൂഡ് ചെയ്യാം? എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ മാർജിനൽ PDF കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എക്സിൻ്റെ മാർജിനൽ PDF ആണ് കാണണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. വൈൻ്റെ മാർജിനൽ PDF ആണ് കാണണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഭാഗം ക്ലിയർ ആയി. ഫസ്റ്റ് എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് ഷോ ചെയ്യണം. ഇനി നമുക്ക് എന്താ ഷോ ചെയ്യേണ്ടത്? എക്സ് സ്ക്വയറും y സ്ക്വയറും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ഷോ ചെയ്യണം. അതെങ്ങനെയാണ് ഷോ ചെയ്യുക? അതാണ് അടുത്ത ഭാഗം. ഓക്കെ, നമുക്ക് ലെറ്റ് u ഈക്വൽ ടു എക്സ് സ്ക്വയർ വി ഈക്വൽ ടു വൈ സ്ക്വയർ. എക്സ് സ്ക്വയറിനെ u എന്നും വിളിക്കാം, വൈ സ്ക്വയറിനെ വി എന്നും വിളിക്കാം. ഇനി യുവിൻ്റെയും വിൻ്റെയും ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ കാണാം. ദെൻ നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാണാൻ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ് അല്ലേ. വൈൻ്റെ കാണാൻ പ്രോബബിലിറ്റി ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണ് അല്ലേ. നൗ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കാണുമ്പോൾ എന്താ ചെയ്യുക? രണ്ടും ജോയിൻ്റ് അല്ലേ, ഇവിടെ എക്സും വൈയും വരുന്ന കാരണം ജോയിൻ്റ് ആയി കാണുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എഴുതണം. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചേ. സോ ദ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് യു ആൻഡ് വി, നമ്മൾ യൂണിവേരിയറ്റിൻ്റെ കേസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബൈവേരിയറ്റ് രണ്ട് വേരിയബിൾ വരുമ്പോൾ എങ്ങനെ വരും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇത് മനസ്സിലാവും. സോ എഫ് ഓഫ് u ഈക്വൽ ടു വി ഈക്വൽസ് പ്രോബബിലിറ്റി ഓഫ് u ലെസ് ദാൻ ഓർ ഈക്വൽ ടു u, v ലെസ് ദാൻ ഓർ ഈക്വൽ ടു v അല്ലേ. u എന്താ നമ്മൾ എടുത്തത്? x1 സ്ക്വയർ ആണ്. എക്സ് സ്ക്വയറിനെയാണ് നമ്മൾ u എന്ന് വിളിച്ചത്, വൈ സ്ക്വയറിനെയാണ് v എന്ന് വിളിച്ചത്. ഓക്കെ, സോ യുവിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ ഇട്ട് കൊടുക്കുക, വിൻ്റെ സ്ഥാനത്ത് വൈ സ്ക്വയർ ഇട്ട് കൊടുക്കുക. നൗ എക്സ് രണ്ട് സൈഡും റൂട്ട് എടുക്കുക. ദെൻ പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് യു എന്നും പ്രോബബിലിറ്റി ഓഫ് മോഡ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് വി എന്നും കിട്ടും. നൗ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് യു ആവുമ്പോൾ, മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് യു ആവുമ്പോൾ റേഞ്ച് എന്താ വരിക? -√u ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് യു അല്ലേ വരിക. സോ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ -√u ലെസ് ഓക്കെ എക്സിൻ്റെ റേഞ്ച് വരിക. അപ്പോൾ -√u ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് യു ആണ്. അതുപോലെ വൈൻ്റെ റേഞ്ച് -√v ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് വി ആണ്. നൗ എഫ് ഓഫ് എക്സ് വൈനെ ഈ രണ്ട് റേഞ്ചിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഡബിൾ ഇൻ്റഗ്രൽ ചെയ്യുക. നൗ സോ ഇൻ്റഗ്രൽ -√u ടു റൂട്ട് യു, ഇൻ്റഗ്രൽ -√v ടു റൂട്ട് വി. നമ്മുടെ PDF 1/4 ഇൻറ്റു 1 + xy ഇൻറ്റു dx dy ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു ഡിവൈയിൽ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ദെൻ വിത്ത് റെസ്പെക്ട് ടു dxൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് √v ഇൻറ്റു റൂട്ട് യു കിട്ടും. എന്തെന്ന്?
എഫ് ഓഫ് യു വി ഈക്വൽ ടു റൂട്ട് യു ഇൻറ്റു റൂട്ട് വി കിട്ടും. ഇതാണ് എഫ് ഓഫ് യു വി കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇനി നമ്മൾ എഫ് ഓഫ് യു കണ്ടുപിടിക്കണം, അതുപോലെ എഫ് ഓഫ് വി കണ്ടുപിടിക്കണം. നൗ ദെൻ എന്നിട്ട് ഈ എഫ് ഓഫ് യു ഇൻറ്റു എഫ് ഓഫ് വി, എഫ് ഓഫ് യു വി ആണ് കിട്ടുന്നതെങ്കിൽ എന്തെന്ന് പറയാം? യുവും വിയും ഇൻഡിപെൻഡൻ്റ് ആണ്. യുവും വിയും ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ യുവിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ ആണ് അല്ലേ, വിൻ്റെ സ്ഥാനത്ത് വൈ സ്ക്വയർ ആണ്. സോ നമുക്ക് എന്തെന്ന് കൺക്ലൂഡ് ചെയ്യാം? എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ ഓക്കെ. സോ ആദ്യം നമ്മൾ എഫ് ഓഫ് യു വി കണ്ടു. എഫ് ഓഫ് യു വി കണ്ടത് എങ്ങനെയാണ്? രണ്ടായിട്ട് അല്ലേ, ഡബിൾ ഇൻ്റഗ്രൽ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. യുവിനെ എക്സ് സ്ക്വയറിനും വിനെ വൈ സ്ക്വയറിനും എടുത്തു. ദെൻ എഫ് ഓഫ് യു വി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു, വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ആണ്. ഇപ്പോൾ വെറും എഫ് ഓഫ് യു ആച്ചെങ്കിൽ അത് നമുക്ക് കാണണം കേട്ടോ. എഫ് ഓഫ് യു ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ആയിരിക്കും അല്ലേ. ഇവിടെ രണ്ട് വേരിയബിൾ വന്ന കാരണമാണ് ഇപ്രകാരം എഴുതുന്നത്. ഓക്കെ. ദെൻ യുവിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ എടുത്തു, വിൻ്റെ സ്ഥാനത്ത് വൈ സ്ക്വയർ ഇട്ട് കൊടുത്തു. ദെൻ റേഞ്ച് എക്സിൻ്റെയും വൈൻ്റെയും റേഞ്ച് എഴുതി. ഇനി ഈ റേഞ്ചിൽ 1/4 ഇൻറ്റു 1 പ്ലസ് എക്സ് വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, ഡബിൾ ഇൻ്റഗ്രൽ ചെയ്യുന്നു. സോ നമുക്ക് റൂട്ട് യു ഇൻറ്റു റൂട്ട് വി ഓർ റൂട്ട് വി ഇൻറ്റു റൂട്ട് യു കിട്ടുന്നു. ഓക്കെ. നൗ എഫ് ഓഫ് യു വി എന്ത് കിട്ടി? റൂട്ട് യു ഇൻറ്റു റൂട്ട് വി. ഇനി നമുക്ക് എഫ് ഓഫ് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു കാണണം. യുവിൻ്റെയും വിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാണണം. സോ എഫ് ഓഫ് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ യുവിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ ഇട്ട് കൊടുത്തു. സോ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് യു. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സിൻ്റെ റേഞ്ച് മൈനസ് റൂട്ട് യു ടു റൂട്ട് യു ആണ്. സോ ഇൻ്റഗ്രൽ മൈനസ് റൂട്ട് യു ടു റൂട്ട് യു 1/2 ഡി യു. സോ റൂട്ട് യു കിട്ടി. ഈ 1/2 എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നമ്മൾ F1x കണ്ടില്ലേ, എഫ് ഓഫ് എക്സ് വൈൻ്റെ മാർജിനൽ പി ഡി എഫ് കണ്ടപ്പോൾ മാർജിനൽ പി ഡി എഫ് 1/2 അല്ലേ കിട്ടിയത്. ഓക്കെ. ഈ മാർജിനൽ പി ഡി എഫിലാണ് ചെയ്യുന്നത്. മാർജിനൽ പി ഡി എഫിലാണ് യുവിൻ്റെ, അതായത് നേരത്തെ എഫ് ഓഫ് യു വി കണ്ടത് 1/4 ഇൻറ്റു 1 പ്ലസ് എക്സ് വൈ ആണ് എഫ് ഓഫ് എക്സ് ആയിട്ട് എടുത്തത്. കാരണം രണ്ട് വേരിയബിൾ ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ എഫ് ഓഫ് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു എന്ന് പറയുമ്പോൾ ഒരൊറ്റ വേരിയബിളെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ലൈക്ക് മാർജിനൽ പി ഡി എഫിൽ നമ്മൾ മാർജിനൽ പി ഡി എഫ് വഴി കണ്ടുപിടിച്ച എന്താണ്? എക്സിൻ്റെ പി ഡി എഫ് ആണ്. നമ്മൾ എന്തിനാ ആക്ച്വലി മാർജിനൽ പി ഡി എഫ് ഒക്കെ എടുക്കുന്നത്? രണ്ട് വേരിയബിൾ എക്സിൻ്റെയും വൈൻ്റെയും കൂടിയുള്ള പി ഡി എഫ് ആണ് നമുക്ക് എഫ് ഓഫ് എക്സ് വൈ. നമുക്ക് എക്സിൻ്റെ മാത്രമായിട്ടുള്ള പി ഡി എഫ് കണ്ടെത്താനാണ് മാർജിനൽ പി ഡി എഫ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇവിടെ എഫ് ഓഫ് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ യുവിൻ്റെ മാത്രമായിട്ടുള്ള പി ഡി എഫ് കാണണം അല്ലേ. സോ നമ്മൾ 1/2 അല്ലേ ഇട്ട് കൊടുക്കുക. യുവിൻ്റെ മാത്രമുള്ള പി ഡി എഫ് എന്താണ്? 1/2 ആണ്. ഓൾറെഡി ഫസ്റ്റ് F1xും F2yയും കണ്ടപ്പോൾ കിട്ടിയതാണ് 1/2. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റൂട്ട് യു കിട്ടി. സിമിലർലി എഫ് ഓഫ് വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി അത് കണ്ടുപിടിക്കുക. ഇതേ സ്റ്റെപ്പിൽ തന്നെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് റൂട്ട് വി കിട്ടി. സോ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് യു വി എന്ന് പറഞ്ഞാൽ റൂട്ട് യു ഇൻറ്റു റൂട്ട് വി ആണ് നമുക്ക് കിട്ടിയത്. എഫ് ഓഫ് യുവും കിട്ടിയത് റൂട്ട് യു ആണ്, എഫ് ഓഫ് വിയും കിട്ടിയത് റൂട്ട് വി ആണ്. സോ അതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എഫ് ഓഫ് യു വി കിട്ടുന്നില്ലേ. സോ നമുക്ക് എന്തെന്ന് കൺക്ലൂഡ് ചെയ്യാം? യുവും വിയും ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് യു ഈക്വൽ ടു എക്സ് സ്ക്വയർ, വി ഈക്വൽ ടു വൈ സ്ക്വയർ. എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ള കൺക്ലൂഷനിലെത്തും. ഓക്കെ. അത്രയേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. റേഞ്ച് എടുക്കുന്ന കാര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ 17th ക്വസ്റ്റ്യൻ. 17th ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഫസ്റ്റ് 2023 പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് റേഞ്ചിൻ്റെ പ്രോബ്ലം വന്ന കാരണം ഞാൻ പറഞ്ഞല്ലോ
ടോട്ടൽ പ്രോബിലിറ്റി എടുക്കുമ്പോൾ 1 ആണ് കിട്ടേണ്ടത്, പക്ഷെ 3 ആണ് കിട്ടുന്നത്. അപ്പോൾ അതൊരു PDF അല്ല. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയാണ് അത് കണ്ടുപിടിക്കുക, അതിൻ്റെ സ്റ്റെപ്പുകൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് മീന് കണ്ടുപിടിക്കാനും കണ്ടീഷണൽ മീന്, കണ്ടീഷണൽ വേരിയൻസ്, കൊവേരിയൻസ്, കോറിലേഷൻ, ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ചിലപ്പോൾ നമുക്ക് ഫോർമുല കണ്ടാലും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. കുറച്ചും കൂടി ആ പ്രോബ്ലം ചെയ്യാൻ എങ്ങനെയാണെന്നുള്ള ക്ലാരിറ്റി കിട്ടും. ദ ജോയിൻറ്റ് PDF ഓഫ് 2 റാൻഡം വേരിയബിൾ x and y ഈസ് f of xy ഈക്വൽ ടു 8xy 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 0 അതർവൈസ്. ഫൈൻഡ് മാർജിനൽ PDF ഓഫ് x and y, the conditional PDFs, variance of x and variance of y, expectation of y given x, variance of y given x, expectation of x y given y equal to x. സോ ഇതിൽ 5 കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് റേഞ്ച് എങ്ങനെയാണ് എടുക്കുക എന്നാണ്. ഓക്കെ, ഇവിടെ എക്സും വൈയും 2 റാൻഡം വേരിയബിൾ ആണുള്ളത്. സോ എക്സിൻ്റെ റേഞ്ച് എന്തായിരിക്കും, വൈൻ്റെ റേഞ്ച് എന്തായിരിക്കും, എങ്ങനെയാണ് എടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ശ്രദ്ധിച്ചേ, എക്സിൻ്റെ റേഞ്ച് വരിക 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ ആണ്. വൈൻ്റെ റേഞ്ച് വരിക എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്നാണ്. മാർജിനൽ PDF കാണുമ്പോൾ നമ്മൾ ഈ റേഞ്ചാണ് എടുക്കുക. ഇൻ കേസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ് അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ, മീനൊക്കെയാണ് കാണുന്നതെങ്കിൽ ടോട്ടൽ റേഞ്ചായ 0 to 1 എടുക്കുക. ഓക്കെ, കൺഫ്യൂഷൻ ആക്കിയില്ല എന്ന് വിചാരിക്കുന്നു. എക്സിൻ്റെ റേഞ്ചാണ്, എക്സിലാണ് ചെയ്യേണ്ടതെങ്കിൽ എക്സിൻ്റെ റേഞ്ച് 0 മുതൽ വൈ വരെയാണ്. വൈൻ്റെ റേഞ്ച് എക്സ് മുതൽ 1 വരെയാണ്. ഓക്കെ, 0 എക്സിൻ്റെ അടുത്ത് കിടക്കുന്ന ടേമാണ് എക്സിൻ്റെ റേഞ്ച് ആയിട്ട് വരിക, വൈൻ്റെ അടുത്ത് കിടക്കുന്ന ടേമുകളാണ് വൈൻ്റെ റേഞ്ച് ആയിട്ട് വരിക. അങ്ങനെ ആലോചിച്ചാൽ മതി. സോ വൈൻ്റെ റേഞ്ച് 0 വരില്ല, കാരണം വൈൻ്റെ അടുത്ത് എക്സ് ആണ് കിടക്കുന്നത്. സോ x to 1 ആയിരിക്കും. എക്സിൻ്റെ റേഞ്ചിൽ 1 വരില്ല, കാരണം എക്സിൻ്റെ അടുത്ത് കിടക്കുന്ന വൈ ആണ്. അപ്പം അങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെ തന്ന കാരണമാണ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് എന്തും തരും, 0 ലെസ് ദാൻ എക്സ് കോമ വൈ ലെസ് ദാൻ 1 വരും. അപ്പോൾ ആ കേസിൽ എക്സിൻ്റെയും വൈൻ്റെയും റേഞ്ച് എന്താ, 1 ആണ്. കാരണം ഇവിടെ കോമയല്ല തന്നത്. കോമ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെയും വൈൻ്റെയും റേഞ്ച് 0യും 1 തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു ലെസ് ദാൻ ഒരു ഇൻഈക്വാലിറ്റി വന്ന കാരണമാണ് നമ്മൾ ഇങ്ങനെ റേഞ്ച് എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക, റേഞ്ച് എടുക്കേണ്ട കാര്യം. ആദ്യം നമുക്ക് മാർജിനൽ PDF ആണ് കാണേണ്ടത്. എങ്ങനെയാണ് മാർജിനൽ PDF കാണുക? ഓക്കെ, f1 of x ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ y f of xy dy പറഞ്ഞിട്ടുണ്ട്. എക്സിൻ്റെ മാർജിനൽ PDF കാണാം, വൈൻ്റെ റേഞ്ചാണ് എടുക്കുക. ഓക്കെ, ഇവിടെ വൈൻ്റെ റേഞ്ച് എന്താണ്, എക്സ് മുതൽ 1 വരെയാണ് വൈൻ്റെ റേഞ്ച്. ഓക്കെ, നൗ സോ ഇൻ്റഗ്രൽ ഓവർ x to 1 8xy dy. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, 1 to x എന്ന റേഞ്ച് കൊടുക്കുന്നു. സോ നമുക്ക് കിട്ടുന്ന f1 of x ഈക്വൽ ടു 4x into 1 minus x square ആണ്. എക്സിൻ്റെ റേഞ്ച് 0 to 1 ആണ്. ഇവിടെ എക്സിൻ്റെ റേഞ്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ 0 മുതൽ 1 വരെയുള്ള ടോട്ടൽ റേഞ്ച് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അധികം കൺഫ്യൂഷൻ ആക്കാതെ മനസ്സിലാക്കുക. ഓക്കെ, എക്സിൻ്റെ മാർജിനൽ PDF ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. വൈൻ്റെ റേഞ്ച് x to 1 ആണ്. ദെൻ അവസാനം ലിമിറ്റൊക്കെ കൊടുക്കുമ്പോൾ 4x into 1 minus x square ആണ് വരിക. ഇത്ര ആലോചിച്ചാൽ മതി. എക്സിൻ്റെ മാർജിനൽ PDF കാണുമ്പോൾ കിട്ടുന്ന വാല്യൂവിൽ ഫുൾ എക്സേ ഉണ്ടാവുള്ളൂ, വൈയോ വേറെ ഒരു റാൻഡം വേരിയബിളും ഉണ്ടാവില്ല. f1 of x ഈക്വൽ ടു 4x into 1 minus x square. ഇവിടെ വൈ ഇല്ലല്ലോ, ഈ ഒരു ടേമിൽ വൈ വരുന്നില്ലല്ലോ. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കുക. ഇൻ കേസ് f1 of x നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വൈ ഉള്ള ഒരു ടേമാണ് വന്നതെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ റേഞ്ച് എടുത്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, എക്സിൻ്റെ മാർജിനൽ PDF കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ
കിട്ടുന്ന റിസൾട്ടിൽ എക്സ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. നൗ എക്സിൻ്റെ റേഞ്ച് 0 to 1. ഇനി നെക്സ്റ്റ് F2y. ഇതുപോലെ തന്നെ വൈൻ്റെ മാർജിനൽ PDF കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റിസൾട്ടിൽ വൈ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, ഒന്നാമത്തെ കാര്യം. പിന്നെ വൈൻ്റെ മാർജിനൽ PDF നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ എക്സിൻ്റെ റേഞ്ച് എന്താ? 0 to y. എക്സിൻ്റെ റേഞ്ച് 0 to y. സോ F2y ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to y 8xy dx. ആൻസർ 4y³ കിട്ടും. വൈൻ്റെ റേഞ്ച് 0 to 1. ടോട്ടൽ റേഞ്ച് അപ്പോൾ ഡിഫൈൻ ചെയ്യുക, ടോട്ടൽ റേഞ്ചിൽ തന്നെ ഡിഫൈൻ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വൈൻ്റെ മാർജിനൽ PDF കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റിസൾട്ടിൽ എന്താ? വൈ മാത്രമേ വരാൻ പാടുള്ളൂ, എക്സ് വരാൻ പാടില്ല. സോ 4y³. ഇനി നമുക്ക് കണ്ടീഷണൽ PDF കാണണം. കണ്ടീഷണൽ PDF എങ്ങനെയാ? f of x given y equal to f of xy divided by f2y. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിവൺ വൈയിൽ ഏതാണോ ഉള്ളത് ആ ടേം തന്നെയാണ് ഡിനോമിനേറ്ററിലും വരിക. അപ്പോൾ ഇവിടെ എഫ് ഓഫ് വൈ ഗിവൺ എക്സ് ആണ് ചോദിച്ചതെങ്കിൽ ഡിനോമിനേറ്ററിൽ എന്താ വരിക? f1 of x ആയിരിക്കും. ഓക്കെ ഓക്കെ. Now conditional PDF f of x given y equal to f of xy divided by f2y. y തന്നെയാണ് ഇവിടെ വന്നത്, f2y. f of x y നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? 8xy എന്ന് തന്നിട്ടുണ്ട്. f2y നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 4y³ കൊടുത്തു. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്യാൻസൽ ആക്കണ്ടോ? ക്യാൻസൽ ആക്കിയിട്ട് സിംപ്ലിഫൈ ചെയ്തപ്പോൾ 2x/y² വന്നു. നൗ റേഞ്ച് ഡിഫൈൻ ചെയ്യുക. റേഞ്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇതിലിപ്പോൾ എക്സും വൈയും ടേമില്ലേ? സോ നമുക്ക് റേഞ്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ എക്സും വൈയും വരുന്ന രീതിയിൽ തന്നെ ഡിഫൈൻ ചെയ്യാം. എക്സിലെയാണ് ഡിഫൈൻ ചെയ്യുക. ഇവിടെ ആദ്യം എടുത്തുള്ള എക്സ് അല്ലേ? സോ എക്സിൻ്റെ റേഞ്ചാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുക. വൈ വരുന്ന രീതിയിൽ ഡിഫൈൻ ചെയ്യുക, കാരണം ഇവിടെ വൈ ഉണ്ട്. നേരത്തെ നമ്മൾ മാർജിനിൽ കാണുമ്പോൾ റിസൾട്ട് വരുമ്പോൾ ഏതിൻ്റെ ആണോ മാർജിനിൽ കാണുന്നത് ആ വാല്യൂ മാത്രമേ വരുള്ളൂ. സോ നമ്മൾ ടോട്ടൽ പ്രോബിലിറ്റി വെച്ച് ഡിഫൈൻ ചെയ്യുക. ഇവിടെ കണ്ടീഷനിൽ കാണുമ്പോൾ എക്സും വൈയും ഉള്ളൊരു രണ്ടുമുള്ള കണ്ടീഷനിലാണ് നമുക്ക് കിട്ടുക. സോ നമ്മൾ എഫ് ഓഫ് എക്സ് ഗിവൺ വൈയിലാണെങ്കിൽ എക്സിൻ്റെ റേഞ്ചാണ് ഡിഫൈൻ ചെയ്യേണ്ടത് വൈ വരുന്ന രീതിയിൽ. അതാണ് ഏതാണോ വേരിയബിൾ ആ വേരിയബിൾ വരുന്ന രീതിയിൽ. എഫ് ഓഫ് വൈ ഗിവൺ എക്സിൽ എഫ് ഓഫ് എക്സ് ഇൻ എക്സ് വൈ ഡിനോമിനേറ്ററിൽ വരിക f1 of x ആണ്. എഫ് ഓഫ് എക്സ് വൈ 8xy ആണ്. f1 of x നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയത് 4x × 1 - x² ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2y/1 - x². ഇവിടുത്തെ വൈയിലാണ് നമ്മൾ റേഞ്ച് ഡിഫൈൻ ചെയ്യുക. x <y < 1. ആദ്യത്തെ ടേമിലാണ് എപ്പോഴും റേഞ്ച് ഡിഫൈൻ ചെയ്യുക. നൗ വേരിയൻസ് ഓഫ് എക്സും വേരിയൻസ് ഓഫ് വൈയും കണ്ടെത്തണം. വേരിയൻസ് ഓഫ് എക്സും വേരിയൻസ് ഓഫ് വൈയും കണ്ടെത്താൻ വേരിയൻസ് ഓഫ് എക്സിന് എക്സ്പെക്ടേഷൻ ഓഫ് എക്സും എക്സ്പെക്ടേഷൻ ഓഫ് x² വേണം. വേരിയൻസ് ഓഫ് വൈക്ക് എക്സ്പെക്ടേഷൻ ഓഫ് വൈയും എക്സ്പെക്ടേഷൻ ഓഫ് y² വേണം. ഓക്കെ, ആദ്യം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ് f1 of x dx ആണ്. സോ ഞാൻ പറഞ്ഞു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, എക്സ്പെക്ടേഷൻ ഓഫ് x² അതൊക്കെ കാണുമ്പോൾ ടോട്ടൽ റേഞ്ച് എടുത്തിട്ടാണ് നമ്മൾ കാണുക. അതായത് 0 to 1 എടുത്തിട്ടാണ് കാണുക. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ അതൊക്കെ കാണുമ്പോൾ മിക്കവാറും റേഞ്ചിൽ വൈയും എക്സൊക്കെ വരേണ്ടി വരും. ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ കാണുമ്പോൾ ടോട്ടൽ റേഞ്ച് 0 to 1 അതെടുത്തിട്ട് ചെയ്യാം. ആകെ കൂടെ കൺഫ്യൂഷൻ ആക്കരുത്. പോസ് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് പോവാട്ടോ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ് × f1 of x dx. സോ എക്സിൻ്റെ റേഞ്ച് 0 to 1 ആണ്. എക്സ് തന്നെ. f1 of x നമ്മൾ ആദ്യം കണ്ടെത്തി. എന്താ കിട്ടിയത്? 4x × 1 - x². സോ 4x × 1 - x² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 8/15 എന്ന് കിട്ടും. നൗ എക്സ്പെക്ടേഷൻ ഓഫ് x² ഇൻ്റഗ്രൽ 0 to 1 x² × f1 of x dx. ആൻസർ 1/3 കിട്ടും.
ഓക്കെ, വേരിയൻസ് ഓഫ് എക്സ് കാണാനുള്ള ഫോർമുല എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ കൊടുത്തു, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ കൊടുത്തു, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 11/225 കിട്ടും. Now expectation of y. Expectation of y equal to integral 0 to 1 y into f2 of y dy. ഓക്കെ, f2 of y ൻ്റെ സ്ഥാനത്ത് 4y ക്യൂബ്. നമ്മൾ f2 of y കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ f2 of y ആണ് ഇവിടെ കൊടുത്തത്. ഇൻറ്റു dy ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 4/5 കിട്ടും. ഞാൻ എക്സ്പെക്ടേഷൻ ഓഫ് y സ്ക്വയർ കാണാം. എക്സ്പെക്ടേഷൻ ഓഫ് y സ്ക്വയർ എന്താ? ഇൻ്റഗ്രൽ 0 to 1 y സ്ക്വയർ ഇൻറ്റു f2y dy ചെയ്യുമ്പോൾ 2/3 കിട്ടും. ഓക്കെ, സോ വേരിയൻസ് ഓഫ് y ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് y സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് y ഹോൾ സ്ക്വയർ, സോ വിച്ച് ഈസ് ഈക്വൽ ടു 2/75. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇവിടെ ആലോചിക്കേണ്ട കാര്യം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, എക്സ്പെക്ടേഷൻ ഓഫ് വൈ, അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ, എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർ, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ലിമിറ്റ് അല്ലെങ്കിൽ 0 to 1 എന്ന റേഞ്ച് തന്നെ എടുക്കുക. കംപ്ലീറ്റ് റേഞ്ച് എടുത്തിട്ട് ചെയ്യാം. നൗ എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഗിവൺ എക്സ് ഈക്വൽ ടു എക്സ്, വേരിയൻസ് ഓഫ് വൈ ഗിവൺ എക്സ് ഈക്വൽ ടു എക്സ്. എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഗിവൺ എക്സ് ഈക്വൽ ടു എക്സ് കാണാനുള്ള ഫോർമുല ഇൻ്റഗ്രൽ ഓവർ വൈ. ഫസ്റ്റ് ടേം ഏതാ കിടക്കുന്നത്? ആ ടേമിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ ഓവർ വൈ ഇൻറ്റു എഫ് ഓഫ് വൈ ഗിവൺ എക്സ് ഡി വൈ. ഓക്കെ, ഫോർമുല അറിയുമല്ലോ. എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഗിവൺ എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ വൈ ഇൻറ്റു എഫ് ഓഫ് വൈ ഗിവൺ എക്സ് ഇൻറ്റു ഡി വൈ. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വൈ ഗിവൺ എക്സ് ഒക്കെ എടുക്കുമ്പോൾ റേഞ്ച് എടുക്കുന്നത് ശ്രദ്ധിക്കണം. നമ്മുടെ റേഞ്ച് എന്തായിരുന്നു? റേഞ്ച് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ. ഓക്കെ, നമ്മുടെ റേഞ്ച് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ 1 ആണ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഗിവൺ എക്സ് ഈക്വൽ ടു എക്സ് കാണുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ വൈൻ്റെ റേഞ്ചാണ് എടുക്കുക. വൈൻ്റെ റേഞ്ച് എന്താണ്? എക്സ് ടു 1 ആണ് വൈൻ്റെ റേഞ്ച്. ഓക്കെ, ഗിവൺ കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ എടുക്കേണ്ടതുള്ളൂ. സാധാ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, എക്സ്പെക്ടേഷൻ ഓഫ് വൈ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഇങ്ങനെ എടുക്കണ്ട, 0 to 1 റേഞ്ച് എടുത്താൽ മതി. ഗിവൺ കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ എടുത്താൽ മതി. സോ എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഗിവൺ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വൈൻ്റെ റേഞ്ച് എക്സ് ടു 1 ആണ്. സോ ഇൻ്റഗ്രൽ ഓവർ എക്സ് ടു 1 വൈ ഇൻറ്റു എഫ് ഓഫ് വൈ ഗിവൺ എക്സ് നമ്മൾ രണ്ടാമത് കാൽക്കുലേറ്റ് ചെയ്തു. കണ്ടീഷണൽ PDF എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. അതായത് എഫ് ഓഫ് വൈ ഗിവൺ എക്സ് എന്തായിരുന്നു? എഫ് ഓഫ് വൈ എക്സ് ഡിവൈഡഡ് ബൈ f1 ഓഫ് എക്സ് അല്ലേ? അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 2y/1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഞാൻ ഇത് വിത്ത് റെസ്പെക്ട് ടു dy ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 2/1 മൈനസ് എക്സ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുത്തു. ദെൻ വൈ സ്ക്വയറിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഫൈനലി നമുക്ക് ലിമിറ്റൊക്കെ കൊടുക്കുമ്പോൾ 2/3 ഇൻറ്റു 1 മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള ആൻസർ കിട്ടും. സോ എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഗിവൺ എക്സ് ഈക്വൽ ടു എക്സ് കണ്ടു. ഞാൻ വേരിയൻസ് ഓഫ് വൈ ഗിവൺ എക്സ് ഈക്വൽ ടു എക്സ് കാണണം. വേരിയൻസ് ഓഫ് വൈ ഗിവൺ എക്സ് ഈക്വൽ ടു എക്സ് കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർ ഗിവൺ എക്സ് വേണം. കാരണം വേരിയൻസ് ഓഫ് വൈ ഗിവൺ എക്സ് എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർ ഗിവൺ എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഗിവൺ എക്സ് ഹോൾ സ്ക്വയർ അല്ലേ? സോ എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർ ഗിവൺ എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ വൈ. ഇവിടെയും വിത്ത് റെസ്പെക്ട് ടു വൈയിൽ തന്നെയാണ്. ഫസ്റ്റ് വരുന്ന ടേം ഏതാണോ അതിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഇൻ്റഗ്രൽ ഓവർ വൈ സ്ക്വയർ. ഞാൻ ഈ ഫസ്റ്റ് വരുന്ന ടേം ഏതാണോ അതിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറയും. നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ഇൻ്റഗ്രൽ ഓവർ വൈ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് വൈ ഗിവൺ എക്സ് അല്ലേ? എഫ് ഓഫ് വൈ ഗിവൺ എക്സ് എന്താണ്? 2y/1 മൈനസ് എക്സ് സ്ക്വയർ dy ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, ലിമിറ്റ് കൊടുക്കുന്നു. 1 + x² 2 കിട്ടും.
നൗ വേരിയൻസ് ഓഫ് y ഗിവൺ എക്സ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് y സ്ക്വയർ ഗിവൺ എക്സ്, അതായത് ഈ ടേം മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് y ഗിവൺ എക്സ് ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ദിസ് ടേം. നമ്മൾ ഓൾറെഡി തൊട്ട് മുമ്പേ കണ്ടെത്തിയ ടേം അതിൻ്റെ സ്ക്വയർ. സോ അതാണ് ഇത്. നൗ ഫിഫ്ത്ത് ആയിട്ട് എന്താ കാണേണ്ടത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ഗിവൺ വൈ ഈക്വൽ ടു എക്സ്. ഓക്കെ, ഇത് കുറച്ച് ട്രിക്കിയാണ്, ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ഗിവൺ വൈ ഈക്വൽ ടു എക്സിൽ എക്സ് ആക്ട് ആസ് ദ ഫിക്സഡ് വാല്യൂ ഓഫ് വൈ. ഓക്കെ, കാരണം ഇവിടെ നമ്മൾ ഗിവൺ ആയിട്ട് എന്താണ് തന്നിട്ടുള്ളത്? വൈ ഈക്വൽ ടു എക്സ് എന്നാണ്. അതായത് എന്താണ്? വൈൻ്റെ ഒരു ഫിക്സഡ് വാല്യൂ ആണ് എക്സ്. ഓക്കെ, സോ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ഗിവൺ വൈ ഈക്വൽ ടു എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു എക്സ് കണ്ടാൽ മതി. റിസൾട്ടാണ് ആക്ച്വലി. എന്താണെന്ന് വെച്ചാൽ വൈ ഗിവൺ എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു എക്സ് എന്നുള്ളൊരു കണ്ടീഷൻ തന്നിട്ടുണ്ടല്ലോ. സോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? വൈൻ്റെ ഒരു ഫിക്സഡ് വാല്യൂ ആണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഫൈൻഡിങ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ഗിവൺ വൈ ഈക്വൽ ടു എക്സ് നമ്മൾ ഇങ്ങനെ കണ്ടാൽ മതി. ആദ്യം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ആണ്, എന്നിട്ട് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു എക്സ് കാണാൻ വേണ്ടിയിട്ട് എക്സിൻ്റെ ഇതാണ് റേഞ്ച് അല്ലേ? സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന കാരണം നമ്മൾ എന്താ എടുക്കേണ്ടത്? 0 to y ആണ് എടുക്കേണ്ടത്, റേഞ്ച് അല്ലേ? ഫസ്റ്റ് ടേം ഏതാണോ അതിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ റേഞ്ച് എന്താണ്? 0 to y ആണ്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? എക്സ് ഈക്വൽ ടു വൈ എന്ന് തന്നിട്ടുണ്ട്. സോ വൈൻ്റെ സ്ഥാനത്ത് എന്ത് വരിക? എക്സാ വരിക. സോ അതുകൊണ്ടാണ് ഇവിടെ എക്സ് വന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ എക്സ് വന്നത്. മനസ്സിലായല്ലോ? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ റേഞ്ച് ആക്ച്വലി വരേണ്ടത് 0 to y ആണ്. കാരണം നമ്മുടെ റേഞ്ച് എന്താണ്? 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ലെസ് ദാൻ വൈ ലെസ് ദാൻ 1 ആണ്. സോ എക്സിൻ്റെ റേഞ്ച് 0 to y ആണ്. പക്ഷേ ഇവിടെ വൈ ഈക്വൽ ടു എക്സ് അല്ലേ തന്നിട്ടുള്ളത്. സോ വൈൻ്റെ സ്ഥാനത്ത് എക്സ് വരും. അതുകൊണ്ടാണ് ഇവിടെ 0 to x ഇട്ടത്. ഓക്കെ, നൗ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഇൻറ്റു ഡി എക്സ് ആണ് വരിക അല്ലേ? പക്ഷേ ഇവിടെ വീണ്ടും എക്സ് വന്നാൽ നമുക്ക് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ വരും. സോ നമുക്കൊരു എക്സിനും അതിൽ എന്തിടാം? ടി ഇടാം. ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഗിവൺ വൈ. എഫ് ഓഫ് എക്സ് ഗിവൺ വൈ കണ്ടീഷണൽ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? അത് നമുക്ക് കിട്ടിയത് 2x/y² ആയിരുന്നു കണ്ടീഷണൽ. ഓക്കെ, ഈ വൈൻ്റെ സ്ഥാനത്ത് എക്സ് ഇട്ട് കൊടുത്തു, എക്സിൻ്റെ സ്ഥാനത്ത് ടി ഇട്ട് കൊടുത്തു. ദെൻ വിത്ത് റെസ്പെക്ട് ടു ഡി ടി ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ 2x/3 കിട്ടി. ഓക്കെ, നൗ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ഗിവൺ വൈ ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 2x/3. ഞാൻ ആദ്യം പറഞ്ഞു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ഗിവൺ വൈ ഈക്വൽ ടു എക്സ് കാണാൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു എക്സ് കണ്ടിട്ട് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ആദ്യം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു എക്സ് കണ്ടു, ദെൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ 2x² 3 കിട്ടി. സോ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. സോ ഇപ്രകാരമാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്ന് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി 23യുടെ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്തായിരുന്നു സ്റ്റെപ്സ്. പക്ഷെ പ്രോബ്ലം വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വരും. മനസ്സിലായി കാണുമെന്നൊക്കെ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 18th ക്വസ്റ്റ്യൻ നോക്കിയേ. ഷോ ദാറ്റ് എവരി സീക്വൻസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ വിത്ത് യൂണിഫോംലി ബൗണ്ടഡ് വേരിയൻസ് ഒബേസ് സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പർ. ഓക്കെ, എന്താണ്? ഒരു ഇൻഡിപെൻഡൻറ്റ് സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ ഉണ്ട്, അത് യൂണിഫോംലി ബൗണ്ടഡ് വേരിയൻസ് ആണ്. ഓക്കെ, ആ ഇൻഡിപെൻഡൻറ്റ് സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിളിന്, അതായത് x1 x2 എക്സിട്ര xn അല്ലേ, ഇതൊരു സീക്വൻസ് ആണ്. ഇതെല്ലാം x1ഉം x2 എല്ലാതും പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ഇങ്ങനെ ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിളിന് എന്തുണ്ട്? ബൗണ്ടഡ് ആയിട്ടുള്ള യൂണിഫോംലി ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു വേരിയൻസ് ഉണ്ട്. സോ അപ്രകാരം യൂണിഫോംലി ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു വേരിയൻസ് ഉണ്ടെങ്കിൽ അത് സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ചെയ്യും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ബി പാർട്ട് എന്താ? പ്രൂവ് ദാറ്റ് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ഫോർ ദ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ
ഡിഫൈൻഡ് ആസ് പ്രോബിലിറ്റി ഓഫ് എക്സ് എൻ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ റൈസ് ടു ആൽഫ ഈക്വൽ ടു 1/2 ഇഫ് ആൻഡ് ഓൺലി ഇഫ് 1/2. ഐ തിങ്ക് ഈ ക്വസ്റ്റ്യൻ നമ്മൾ 2021 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ഓൾറെഡി സോൾവ്ഡ് ആണ്, അതൊന്ന് റെഫർ ചെയ്താൽ മതി കേട്ടോ. ആൽഫ ലെസ് ദാൻ 1/2 ആകുമ്പോൾ മാത്രമാണ് ഒബേ ചെയ്യുള്ളൂ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഫർ ചെയ്യുക. നമുക്ക് ഈ എ പാർട്ട് ജസ്റ്റ് നോക്കാം. എ പാർട്ടിൽ എന്താ പറയുന്നത്? സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ ഉണ്ട്, അത് ഇൻഡിപെൻഡൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ വേരിയൻസ് യൂണിഫോംലി ബൗണ്ടഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ചെയ്യും. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നോക്കിയേ, ഫോർ എ സീക്വൻസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ the strong law of large number hold if the following series converges. Okay, ഒരു ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിളിൻ്റെ സീക്വൻസ് സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ചെയ്യപ്പോഴാണ് ഈ സീരീസ് കൺവേർജ് ചെയ്യുക. അതായത് ഈ വാല്യൂ ഒരു ഫൈനൈറ്റ് വാല്യൂ ആയാൽ മാത്രമാണ്, ഈ വാല്യൂ ഒരു ഫൈനൈറ്റ് വാല്യൂ ആയാലാണ് സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ വാല്യൂ ടെൻസ് ടു 0 ആകുമ്പോഴോ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പറാണ്. ഇതൊരു ഫൈനൈറ്റ് വാല്യൂ ആകുമ്പോഴാണ് സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ചെയ്യുള്ളൂ. ഓക്കെ, നൗ നമ്മുടെ റാൻഡം വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ബൗണ്ടഡ് ആണ്. വെറും ബൗണ്ടഡ് അല്ല, യൂണിഫോംലി ബൗണ്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിഫോംലി ബൗണ്ടഡ് വേരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്താണ് യൂണിഫോംലി ബൗണ്ടഡ് വേരിയൻസ്? ഓക്കെ, യൂണിഫോംലി ബൗണ്ടഡ് വേരിയൻസ് മീൻസ് there exists a constant k such that variance of xn less than or equal to k. ഓക്കെ, യൂണിഫോംലി ബൗണ്ടഡ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് കെ ഉണ്ട്. ദെൻ ഏതൊരു വേരിയബിളിൻ്റെ വേരിയൻസ് എടുത്താലും വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആണ്. കെ ആണ് ബൗണ്ടഡ്, മാക്സിമം വാല്യൂ കെ ആണ്, കെക്ക് താഴെയാണ് എല്ലാത്തിൻ്റെയും വേരിയബിൾ. സോ ഒരു ബൗണ്ടഡ് ആണ്, ഒരു അപ്പർ ബൗണ്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. യൂണിഫോംലി ബൗണ്ടഡ് ആണെന്നാണ് പറയുന്നത്. സോ നമുക്ക് എന്തെന്ന് പറയാം? വേരിയൻസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് പറയാം. ദെൻ അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ ഓഫ് എൻ ഈക്വൽ ടു 1 to infinity വേരിയൻസ് ഓഫ് എക്സ് എൻ ബൈ എൻ സ്ക്വയർ. ഓക്കെ, ഈ ഒരു ക്വാണ്ടിറ്റി ഈ ഒരു ക്വാണ്ടിറ്റി ഫൈനൈറ്റ് ആവണമെന്ന് പ്രൂവ് ചെയ്താൽ അത് സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ചെയ്യുന്നു നമുക്ക് പറയാലോ. ഓക്കെ, നൗ ഈ വേരിയൻസ് ഓഫ് എക്സ് എന്നിൻ്റെ സ്ഥാനത്ത് നമുക്ക് കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to infinity കെ ബൈ എൻ സ്ക്വയർ. ഓക്കെ, കെ കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുക്കാം. ദെൻ കെ ഇൻറ്റു സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to infinity 1 by n സ്ക്വയർ. ഈ സമ്മേഷൻ 1 by n സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു പി സീരീസ് ആണ്. പി സീരീസ് കൺവേർജ് ചെയ്യപ്പോഴാണ് സമ്മേഷൻ 1 by n റൈസ് ടു പി ആണ്. പി സീരീസ് കൺവേർജ് ചെയ്യുക പിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ. ഇവിടെ പിൻ്റെ വാല്യൂ എന്താണ്? 2 ആണ്. സോ ഈ ഒരു സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to infinity 1 by n സ്ക്വയർ കൺവേർജ് ആണ്. അതിനർത്ഥം അതൊരു കെ എന്ന കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അത് കൺവേർജ് ചെയ്യും. അതിനർത്ഥം എന്താണ്? ഈ ഒരു ക്വാണ്ടിറ്റി കൺവേർജ് ചെയ്യും. ദാറ്റ് മീൻസ് ഈ ക്വാണ്ടിറ്റീൻ്റെ വാല്യൂ ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ എവറി സീക്വൻസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ വിത്ത് യൂണിഫോംലി ബൗണ്ടഡ് വേരിയൻസ് ഒബേസ് സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പർ. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൂഫാണ്. ജസ്റ്റ് ഒരു 2 കാര്യം മെൻഷൻ ചെയ്യാൻ മതി. ഒന്ന്, സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? അതെന്താണ്? സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to infinity വേരിയൻസ് ഓഫ് എക്സ് എൻ ബൈ എൻ സ്ക്വയർ ഫൈനൈറ്റ് ആവണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. നെക്സ്റ്റ്, എന്താണ് യൂണിഫോംലി ബൗണ്ടഡ് വേരിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? യൂണിഫോംലി ബൗണ്ടഡ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ റാൻഡം വേരിയബിളിൻ്റെയും വേരിയൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആയിരിക്കും. അതായത് ബൗണ്ടഡ് ആണ്, കെക്ക് താഴെയോ കെയോ ആണ് മാക്സിമം വേരിയൻസ് വരുള്ളൂ. ഇനി നമുക്ക് ഈ ക്വാണ്ടിറ്റി എഴുതുന്നു. സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to infinity വേരിയൻസ് ഓഫ് എക്സ് എൻ ബൈ എൻ സ്ക്വയർ. 1 by n സ്ക്വയർ പുറത്തേക്ക് എടുക്കുന്നു, അതായത് ഔട്ട്സൈഡ് എടുക്കുന്നു. സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to infinity വേരിയൻസ് ഓഫ് എക്സ് എൻ ബൈ എൻ സ്ക്വയർ. വേരിയൻസ് ഓഫ് എക്സ് എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, കെ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കെ ഒരു കോൺസ്റ്റൻ്റ് ആണ്, കെ ഔട്ട്സൈഡ് എടുക്കുന്നു. ദെൻ സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to infinity 1 by n സ്ക്വയർ ബേസ്ഡ് ഓൺ പി സീരീസ്, അതായത് 1 by n റൈസ് ടു പി സമ്മേഷൻ. പി സീരീസ് കൺവേർജ് ചെയ്യുക, പി ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇവിടെ പിയുടെ സ്ഥാനത്ത് 2 ആണ് കിടക്കുന്നത്. 2 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. ദെർഫോർ ഈ ഒരു ക്വാണ്ടിറ്റി
കൺവേർജ് ചെയ്യും. കൺവേർജ് ചെയ്യുക പറഞ്ഞാൽ ഇതിനൊരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടും. സോ ഇതിൽ ഫൈനൈറ്റ് വാല്യൂ കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, യൂണിഫോംലി ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു യൂണിഫോംലി ബൗണ്ടഡ് വേരിയൻസ് ഉള്ള ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ചെയ്യുമെന്ന് പറയാം. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് 2024 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ PDF ഷെയർ ചെയ്യാം ഈ ക്വസ്റ്റ്യൻസിൻ്റെ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ, ശരി എന്നാൽ ബൈ.